നേരെ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല ആ അകത്തേക്കും പുറത്തേക്കും നാഡീശുദ്ധിയല്ലേ? നാഡീശുദ്ധി പ്രാണായാമം. ഉം, ഉം. അപ്പോ നമ്മള് ചില സമയങ്ങളിൽ ഇടത് മൂക്കായിരിക്കും അടഞ്ഞു കിടക്കുന്നത്, ചിലത് വലതായിരിക്കും. ആ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ സാറുടെ ആ വീഡിയോ കണ്ടപ്പോഴാണത് ഉം, ഉം. നമുക്കത് സ്ഥിരമായിട്ട് അത് ഒന്നിലൂടെ മാത്രം പുറത്തേക്കകത്തേക്കും ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ടെക്നിക്ക് മനസ്സിലായത്. ഉം, ഉം, ഉം. നോക്കിയോ എന്നിട്ട് അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കിയാ? പരിശോധിച്ചു, അത് ഇമ്പ്രൂവ്ഡ് ആണ്, അത് മാറ്റം ഉണ്ടായി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര ദിവസം, ഒരു 21 ദിവസമൊക്കെ നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാം അല്ലേ? ഓ എന്തായാലും ചിലപ്പോ അതിൽ കൂടുതലും ചെയ്യേണ്ടി വരും അത് ക്ലിയർ ആവുന്ന വരെ. ഞാനിപ്പോൾ 56 57. ഓക്കെ. അപ്പൊ എത്ര സമയം കൊണ്ട് നമ്മളെ നാഡികള് ക്ലിയർ ആയി വരുന്നു പറയാൻ വയ്യ. ഓക്കെ സാർ. അതുവരെ ചെയ്യാം. പിന്നെ മുദ്ര ചെയ്യുന്നുണ്ട്, അപാനം പ്രാണവും കുറെ കാലങ്ങളായിട്ട് ആ ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ. ആ ആ അപ്പൊ ഇതുകൂടി കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അപ്പൊ സാറേ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചാ. ആ എവിടുന്നാ വിളിക്കുന്നത്? ബിജു അല്ല. പുസ്തകം അയച്ചു തന്ന ആരാണ്? പുസ്തകം അയച്ചു അവരുടെ ഫ്രണ്ട് ആണ്. അവർക്ക് കോശി ഒരാളാണ് അവർക്ക് എടുത്തത്. അപ്പോൾ ബുക്ക് സ്റ്റോപ്പ് പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെയും കൂടി പേര് പറഞ്ഞിട്ട് 5-10 ഒരുമിച്ചെടുത്ത് കൊടുക്കുകയായിരുന്നു. വേറെ ഏതൊക്കെയാ സാർ പുസ്തകങ്ങൾ സാർ എഴുതിയിട്ടില്ല? ഇല്ല ഇതന്നെ ഉള്ളൂ. ഇതന്നെ എഴുതിയിട്ടുള്ളൂ. ഇനി വരുന്നേ ഉള്ളൂ പണിപ്പ. ഇനിയിപ്പം ഒരുവിധം ഇതിന്റെ യോഗയുമായി ബന്ധപ്പെട്ട ഒരു 80% കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മള് പിന്നെ എഴുതാനായിട്ട് എഴുതണം. അങ്ങനെ ഒരു സാധനം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. പുതുതായിട്ട് എന്തെങ്കിലും ജെന്യൂനായിട്ട് പറയാനുണ്ടെങ്കിൽ മാത്രം അത് മാത്രമായിട്ട് എഴുതാന്ന് ചെയ്യാല്ലേ. അതുകൊണ്ടാണ് ഇത് എഴുതിയത്. ഒരു 10-20 വർഷമായിട്ട് മനസ്സിൽ കിടന്നിട്ട് നേറി പുറത്തു വന്നതാണ്. അങ്ങനെയുള്ള ഒരു സാധനം. അപ്പോ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ഗ്രന്ഥത്തിലും പറയാത്ത കാര്യങ്ങൾ മാത്രം പറയാന്ന് വെച്ചിട്ട് എഴുതിയതാണ്. പിന്നെ സാറുടെ ഒരു ഗുരുവായിട്ടാണെന്ന് തോന്നുന്നു ഇതിൽ ആദ്യത്തെ അമ്മയുടെ ഒരു ഫോട്ടോ. തിരുവല്ലം അമ്മ. തിരുവല്ലം അമ്മ. അത് എന്താണ് സാർ അനുഭവം? തിരക്കിലാണോ സാറ്? ഇല്ല അവര് പിന്നെ എവിടുന്നാ വന്നതെന്നും ആർക്കും അറിയില്ല. തിരുവല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരുവനന്തപുരത്തിനടുത്ത്, അവിടെ ഒരു പാലത്തിന്റെ ചോട്ടില് ആണ് ഒരു ഷെഡൊക്കെ വെച്ചിട്ട്. ഞാൻ ആ കാലത്തൊന്നും ഞാൻ അറിയില്ല കേട്ടോ. ഞാനിപ്പോ 2011 ഏഷ്യാനെറ്റ് ഒരു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്രോഗ്രാം ചെയ്തിരുന്നു. 1/2 മണിക്കൂർ പ്രോഗ്രാം, കുറേ എപ്പിസോഡുകൾ. അതില് ഇവരെ കുറിച്ച് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏഷ്യാനെറ്റ് 2011 ചെയ്ത വീഡിയോ ആണ്. അത് ഞാൻ ഈ 2 വർഷം മുന്നെയാണ് കാണുന്നത്. അപ്പോ കണ്ടപ്പോ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അവിചാരിതമായിട്ട് എങ്ങനെ വന്നതാണ്, പോപ്പപ്പ് ചെയ്ത് വന്നതാണ്. കണ്ടോ? അല്ല, അവര് സമാധി ആയിരിക്കണം. അപ്പൊ ഞാൻ നേരെ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അവര് താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്നിട്ട് പോയതാണ്. അങ്ങനെയാണ് അവര് അവസാനം 18 മാസം താമസിച്ച ഒരു വീടുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ആ ശിഷ്യൻ ഉള്ള അവിടെ ചെന്ന്, അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പൂജാമുറി പോലെ ഒരു സ്ഥലമാണ്. വീടിന്റെ ചായ്പാണ്. അവിടെയാണ് അമ്മ താമസിച്ചിരുന്നത്. ഒരു വീട്ടിനകത്തൊന്നും കയറില്ല. അവർക്ക് അവരിങ്ങനെ ചായ്പിൽ താമസിക്കും. അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ വേറെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയായിരുന്നു. പിന്നെ ഇപ്പൊ അവര് 2018 സമാധിയായി. സമാധിയായി പറഞ്ഞാല് നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമാവുക ചെയ്തത്. പ്രയാഗ്രാജിൽ വെച്ചിട്ട്. പ്രയാഗ്രാജ് പോയിട്ട് ബോഡി ഇട്ടില്ലായിരിക്കും. അവര് വെളുപ്പിന് ഈ പറഞ്ഞ ശിഷ്യനെയും കൂട്ടിയിട്ട് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. തിരിച്ചു വരുന്നില്ല, സമാധിയുടെ സമയമായി എന്ന് പറഞ്ഞിട്ട്
ഇവിടുന്ന് ട്രെയിൻ കയറി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ശരി. ഈ ശിഷ്യനും ഇവരും കൂടി. ഉം. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇവരങ്ങനെ റൂം എടുക്കും താമസിക്കൊന്നുമില്ല. ഒക്കെ ആ പ്രത്യേക എനിക്ക് രീതി. മനസ്സിലാവുന്നുണ്ട് ഈ ആ അവധൂതന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവരങ്ങനെയാണ്. അപ്പോൾ അവിടെ പ്രയാഗ്രാജില് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അവിടെ കിടന്നു രാത്രി. ഉം. രാവിലെ ഇങ്ങേരെ എണിച്ചിട്ടില്ല. 5:15 5:15 അമ്മ വിളിച്ച് വന്നിട്ട് ഇങ്ങനെ കാലിൽ ചിലങ്ക ഇങ്ങനെ ചവിട്ടി ചെത്തപ്പെടുത്തി. ഉം. അപ്പോൾ ഇങ്ങേര് ഉണർന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആ മണലിലേക്ക് ഇറങ്ങുന്ന പോലെ അങ്ങനെ ഇറങ്ങുകയാണ്. അവർ അങ്ങനെ കാത്തു നിൽക്കുകയൊന്നുമില്ലല്ലോ. അവരങ്ങനെ ഇയാളെ വിളിച്ചുണർത്തിയിട്ട് ആ മണൽപ്പരപ്പിലൂടെ കുറച്ച് മുന്നിലേക്ക് നടക്കണ മാത്രമേ ഇങ്ങേര് കണ്ടുള്ളൂ. ഉം. അപ്പോൾ ഇങ്ങേര് ഈ ബെഡ്ഷീറ്റ് കുടഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ നോക്കിയ സമയത്ത് വായുവിലൊരു ശകലം ഉയരുന്നത് കണ്ട്. ഇവര് ആ ആ. പിന്നെ ആളെ കാണാനില്ല. പരപരാന്ന് വെളുക്കുന്നല്ലേ ഉള്ളൂ. ആ. അതിൽ പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് പിടിച്ച് കുറേ 1-2 ദിവസമൊക്കെ കരഞ്ഞ് നിലവിളിച്ച് അന്വേഷിച്ച് അവിടെ ഇവിടെയൊക്കെ നടന്ന് ഉം. പിന്നെയാണ് മനസ്സിലായത് ഇതാണ് സമാധിയാവലെന്ന്. പക്ഷെ അത്ഭുതം അതല്ല. അങ്ങേരെ ഒരു സാധാരണ പിന്നെ യൂണിയൻ പണിക്കാരനാണ്. ഹെഡ് ലോഡ് ജനറൽ വർക്കർ എന്ന് പറയും. ഉം. പക്ഷെ ഇങ്ങേരിപ്പോൾ അതിന് ശേഷം അമ്മ സൂക്ഷ്മത്തിൽ അങ്ങേരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങേരിപ്പോൾ ഭയങ്കര ഒരു പിന്നെ ചെറിയ ലെവലിൽ ഒരു സിദ്ധനായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാർ ഞാൻ അറിയാൻ വേണ്ടി താല്പര്യത്തോടു കൂടിയാണ് കേൾക്കുന്നത്. അവര് എന്താ പറയുക, സ്പിരിച്വലി ഭയങ്കര ഫിലോസഫിക്കലായിട്ട് നല്ല ഗ്രാഹ്യമുള്ള ഒരാളെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുപോലെ മുടിയൊക്കെ ജട വന്നു. അദ്ദേഹത്തിന്റെ അത് ഓപ്പണിംഗ് ആയിപ്പോയി. മുടിയൊക്കെ ജട വന്നു. ആ. അങ്ങനെ നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അറിയുമല്ലോ അവര് ഏത് ലെവലിലാണെന്നുള്ളത്. ഈ മുടി ജട ആവുന്നത് ഞാൻ സാർ തിരക്കിലാന്നൊക്കെ അറിയില്ല, എങ്കിലും ഞാൻ ഓരോന്ന് കേൾക്കുമ്പോൾ കൗതുകം കൊണ്ട് ചോദിക്കും, ഈ മുടി അറിയാതെ ജടയാവുന്നതാണ്? അത് ജട വരും. എന്താ വെച്ചാൽ ഈ ഇലക്ട്രിസിറ്റിയാണിത്, എനർജി. ആ. അത് നമ്മുടെ ശിരസിലേക്ക് എത്തുന്ന സമയത്ത് ഈ മുടികളുടെ 2 മുടികൾ തമ്മിൽ ഒട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒട്ടിയിട്ട് വരുന്നതാണ് പിന്നെ ജഡയായിട്ട് മാറും. അത് ഈ അട്രാക്ഷനിൽ ഒട്ടുന്നതാണ്. നെഗറ്റീവ് പോസിറ്റീവ് അട്രാക്ഷൻ പോലെ. ഞാൻ എത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു അതിന്റെ ഒരു ഇൻഫർമേഷൻ സാറൊന്നും കിട്ടാൻ. ആദ്യമായിട്ട് കേൾക്കണം സാർ. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതും കൂടി ഉണ്ട്. അത് ഈ എനർജി വരുന്നുണ്ട്. ആളുകൾ വിചാരിക്കണ ചളി പിടിച്ചിട്ടാണ് എന്നൊക്കെയാണ്. അങ്ങനെയല്ല. അത് എനിക്ക് ആ സംഭവം ഉണ്ടായതാണ്. ഞാൻ നല്ല ദിവസവും നന്നായി എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ ആ ഒരു സമയത്ത് നമ്മുടെ സഹസ്രാരം വിരിയുന്ന സമയം എന്ന് പറയാം, എനർജി മുകളിലേക്ക് എത്തിയിട്ട് ആ സമയത്ത് നമുക്കറിയാം ഈ എനർജി ഇങ്ങനെ എനർജി ബീം മുകളിലേക്ക് പോകും. ഇങ്ങനെ നിൽക്കുന്ന ആ ഊർജ്ജസ്തംഭം നമുക്ക് ആൾവേസ് അത് ഫീൽ ചെയ്യും. ആ സമയത്ത് ശിരസ് തുറന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകും. അപ്പം നമ്മൾ അറിയാതെ കുളിയൊക്കെ ആയിട്ട് മുടി ഇങ്ങനെ ചീന്തി കഴിയുമ്പോൾ എവിടെയെങ്കിലും പിടിച്ചിട്ട് ചീർപ്പ് ഉടക്കും. അങ്ങനെ ആ മുടി അവിടെ കട്ട പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് നല്ല പെയിൻ വരും ആ സമയത്ത്. പിന്നെ അതെങ്ങനെ നമ്മൾ വേറെ എടുത്തിയാലും മുടി ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ ആവും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സാർ? അല്ല, എനിക്ക് പിന്നെ അതിന്നൊരു വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഹൈറ്റ്സ് നിന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് 2006 ഈ ഫുൾഫിൽമെന്റ് മുഴുവൻ അനുഭവങ്ങളും ഉണ്ടായത്. അതിനുശേഷം അതെനിക്ക് അറിയില്ല. ഞാൻ ഇത് പിന്നെ യോഗ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചിട്ട് വന്ന ആളല്ലല്ലോ. അങ്ങനെ പ്രാണായാമമൊക്കെ അതിന് പകരം ഞാൻ എൻ്റെതായ രീതിയിൽ പിന്നെ കിതയ്ക്കുന്നത് പോലെ ഇങ്ങനെ ശ്വസിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു.
കിതയ്ക്കുമ്പോൾ ഞാൻ രാവിലെ ദിവസം ഓടിയിരുന്ന ആളാണ്. പിന്നെ എനിക്ക് ഓടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഈ കാറ്റടിക്കുമ്പോഴേ, രാവിലത്തെ കാറ്റടിക്കുമ്പോൾ ഇയറിൽ ഇൻഫെക്ഷനൊക്കെ ആവും. അപ്പം ഞാനിങ്ങനെ എന്നാൽ ഓടുമ്പോഴാണ് എനിക്ക് കംഫർട്ട് വരുന്നത് മൈൻഡിന്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് കിതയ്ക്കുന്ന പോലെ നമ്മളിങ്ങനെ ശ്വാസം എടുക്കുക. അപ്പോൾ ഏകദേശം ഓടുന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. മുഴുവൻ ഓടുന്ന പോലെ കിട്ടുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കാൻ തുടങ്ങി. അത് ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇട്ട് തരാം. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഹായ് അയക്കാം. അപ്പോൾ അതിൽ ഒരു 3 എപ്പിസോഡായിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഹിസ്റ്ററി മൊത്തം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിൽ പ്രാണായാമത്തിലാണ് എനിക്കിത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് അറിയില്ല, ഇത് എന്താ എൻലൈറ്റ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഇതാണോ ബോധോദയം, ഇതൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ഗന്ധമില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ്, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻലൈറ്റ്മെൻറ്റിലേക്കാണ് അത് എത്തിച്ചേർന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഒരിക്കലും ഇത് ഓപ്പണായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നാൽ അതങ്ങനെ നിൽക്കും. പക്ഷെ അത് നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ചില ദിവസം അത് പൂർണ്ണമായ തോതിൽ അത് കിട്ടുന്നില്ല, ചില ദിവസം കിട്ടുന്നു. അപ്പോൾ ഞാൻ ഈ ബ്രീത്തിങ് മാറ്റി മാറ്റി ചെയ്ത് നോക്കി. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അത് ഓപ്പണായത് എന്നിട്ട് ക്ലോസായി. മറ്റേ സഹസ്രാരം എന്ന് പറയുന്ന സംഭവമുണ്ട്, ക്രൗൺ ചക്ര, അത് ക്ലോസായപ്പോഴാണ് എനിക്ക് പിന്നെയാണ് പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ എന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ മനസ്സ് തിരിച്ചു വരിക, ഭ്രാന്ത് ഉള്ളിൽ നടക്കുന്ന ആ ഭ്രാന്ത് തിരിച്ചു വന്നത്, അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെയാണ് ഞാനിത് എന്താണ് യോഗശാസ്ത്രം എന്ന് ശരിയായിട്ട് പഠിക്കുന്നത്. ഓപ്പണായപ്പോൾ എന്തായിരുന്നു മനസ്സിന്റെ അവസ്ഥ? മനസ്സില്ല, സ്റ്റാൻഡ് സ്റ്റില്ലാണ്, ഒന്നുമില്ല. പിന്നെ നമ്മൾ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ, അവബോധം. അതായത് സർക്കൊന്ന് പറഞ്ഞ വാക്കുകളിലൂടെ ആനന്ദം മാത്രം. അതായത് നമുക്ക് എന്ത് കാണുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ രാവിലെ ഉണർന്നാൽ രാവിലെ മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതവിടെ നിൽക്കും. ആ തോട്ട്സിൻ്റെ ഒഴുക്ക് അവിടെ നിൽക്കും. പിന്നെ നമ്മൾ കാണുന്നത്, പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള നമുക്ക് ഈ അവയർനെസ് മാത്രമാണുള്ളത്, എല്ലാം അറിയുന്ന ജാഗ്രതാവസ്ഥ. ആ ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് എല്ലാം അറിയും. നമ്മൾ എവിടേക്കാണ് ടോർച്ച് ലൈറ്റ് പോലെയാണ്, നമ്മൾ എന്തിലേക്കാണോ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്ക് അത് അങ്ങനെ അറിയും. നമുക്കറിയും. യാഥാർത്ഥ്യത്തെ നമ്മൾ മുഖാമുഖം ദർശിക്കുക. ഈ മൈൻഡ് ഒരു ഫിൽറ്ററാണ്, ആ ഫിൽറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറും. അതാണ് സംഭവം. മായയുടെ ആവരണം എന്ന് പറയുന്നത് അതാണ്. മായയുടെ ആവരണം നീങ്ങുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്നതെന്നൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ ഈ മായയുടെ ആവരണം എന്ന് ചോദിച്ചാൽ, മനസ്സ് എന്ന ഈ ഒരു സ്ക്രീനിൽ കൂടെയാണ്, ഫിൽറ്ററിൽ കൂടെയാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്നത്. ഈ മനസ്സ് എന്ന് പറഞ്ഞ ഫിൽറ്റർ പറഞ്ഞാൽ അത് നമ്മളുടെ മുൻധാരണകൾ, നമ്മൾ പഠിച്ചു വെച്ച നമ്മളുടെ കണ്ടീഷനിങ്ങുകൾ, ഇതാണ് മൈൻഡ്. നമ്മളുടെ താല്പര്യങ്ങൾ, ജന്മവാസനകൾ, ഇതൊക്കെയാണ് മൈൻഡായിട്ട് രൂപപ്പെടുന്നത്. അതിലൂടെ വരുമ്പോൾ അതൊരു നിറം കലർത്തുന്നുണ്ട് യാഥാർത്ഥ്യത്തിൽ. ആ നിറം മാത്രമല്ല, മലിനപ്പെടുത്തുന്നുണ്ട്. അതാണ് നിറം കലർത്തുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ ഈ ഫിൽറ്റർ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്നത്. അതാണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ല, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അവിടെ പലതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നിൽക്കും. അതങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ എല്ലാത്തിനെയും അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ആനന്ദമാണ്. പിന്നെ മറ്റെല്ലാ ജീവികളും ഈ ആനന്ദത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം അവർക്ക് മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. മറ്റെല്ലാ ജീവികളും അവർക്ക് മനസ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല.
ചെറിയ അളവിലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ദുഃഖങ്ങൾ കുറവാണ്, അസംതൃപ്തി കുറവാണ്. അവർ എക്സിസ്റ്റൻസ് ആണ്. അവർക്ക് വേദനയുണ്ടോ ചോദിച്ചാൽ വേദനയുണ്ട്, പക്ഷേ ഓർമ്മയിൽ ജീവിക്കുന്നില്ല. അപ്പോഴേക്കപ്പോഴുള്ള സംഭവങ്ങളേ ഉള്ളൂ. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. വളരെ ആഴത്തിലേ സൂക്ഷ്മമായിട്ട് നമ്മളിൽ ഞാനതെങ്ങനെ അയക്കി ഇറങ്ങി പോകുന്നോണ്ടാണ് മൂളാത്തത്. അപ്പോ മറ്റു ജീവികളിലെല്ലാം അപ്പോഴേക്കപ്പോഴുള്ള ഇതേ ഉള്ളൂ. നമ്മളെപ്പോലെ ഒരു കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ മെമ്മറി പറയില്ലേ, ചിപ്പ്, അതുപോലെ നമ്മളെ സാധനത്തിൽ ഒരു മെമ്മറിയുടെ വലിയ റാമാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ പുതിയ ഇൻപുട്ട് അതിലേക്ക് കൊടുക്കുമ്പോഴും പഴയ ഉള്ള റാം വെച്ചിട്ടാണ് അത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ അറിയുന്നത്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം റാം കുറവാണ്. അവർക്ക് അപ്പപ്പം ചെയ്യാനുള്ള റാമേ ഉള്ളൂ വേണ്ടു. അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ആനന്ദമാണ്. വളരെ മറ്റുള്ള മൃഗങ്ങളെക്കാളും നിസ്സാരനാണ്. നിസ്സാരനല്ല, രണ്ടുണ്ട്. അതായത് രണ്ട് തരത്തിലാണ്. പരിമിതിയിൽ നിന്നും ഏറ്റവും ഔന്നത്യത്തിലേക്ക് പോകാനുള്ള സാധ്യത അതാണ്. അപ്പൊ ഈ സാധ്യതയോട് കൂടി ജനിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അപ്പൊ ഈ മൈൻഡ് ഉണ്ടായാലേ മൈൻഡിനെ അതിവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ല, അവർക്ക് മറ്റു ജീവികൾക്ക് എൻലൈറ്റ്മെന്റ് കിട്ടില്ല. ഒന്നാമത് അതിന്റെ ആവശ്യമില്ല, കാരണം അവർക്ക് ദുഃഖങ്ങളില്ല, ഈ സാധനം ഡെവലപ്പ് ചെയ്തില്ല. അപ്പൊ ഈ പ്രാണായാമത്തിലൂടെ ഒക്കെ അതിലേക്ക് എത്താൻ പറ്റും. എല്ലാത്തിലൂടെയും ഇപ്പൊ ഭക്തിയിലൂടെ എത്തുന്നവരുണ്ട്. ഇതൊന്നും ചെയ്യാതെ ജന്മനാ തന്നെ ആ ലെവലിൽ കഴിഞ്ഞ ജന്മങ്ങളിലെ സാധനയുടെ ഫലം കൊണ്ട് വരുന്നവരുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ അതായത് മനസ്സ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിലൂടെ എത്തും. അത് ഭക്തിയാവാം, കർമ്മമാവാം, പ്രാണായാമാവാം, സംഗീതമാവാം, നൃത്തമാവാം. ഇപ്പൊ സാർക്ക് അത് വീണ്ടും അതിലേക്ക് കിടക്കണം എന്ന വലിയ ആഗ്രഹത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? അല്ല, ഞാൻ പിന്നെ 18 വർഷം ഇതിന്റെ രഹസ്യം തേടി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് പഠിച്ചത്. എന്തുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടു, എന്താണ് അതിന്റെ മുമ്പ് ഞാൻ ചെയ്തത്, അതിന്റെ ഉള്ളിലുള്ള സാറുടെ വീട് കരിമ്പന എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? കരിമ്പന എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്, പാലക്കാടുള്ള. അങ്ങനെ ഒരു പബ്ലിഷറാണ്. പാലക്കാടന്നെ. പാലക്കാട് എവിടെയാ? ടൗണിന് അടുത്ത് തന്നെയാണ്, വിക്ടോറിയ കോളേജിന്റെ അടുത്താണ്. ശരി. വന്നാൽ കാണാൻ പറ്റുമോ? പിന്നെന്താ, ഒന്ന് വിളിച്ചിട്ട് വരണം. ശരി സാർ. യാത്രയൊക്കെ പുറത്തു പോകാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, ഞാൻ ഓരോരുത്തരെ ഇങ്ങനെ പലരും പല സമയത്ത് ഇതുപോലെ വരും. അപ്പോൾ പലർക്കും ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ് ആഗ്രഹം പലരുടെയും. നമ്മളിപ്പോ വീണ്ടും ഞാൻ തിരിച്ചപ്പുറം കിടക്കാത്തിടത്തോളം അതിന്റെ ആ ഒരു സെന്റർ കോറിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇനി അപ്പോൾ അന്ന് ചെയ്തതിൽ കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട് എനിക്ക്. ഒരു സൈഡ് ഇറങ്ങിപ്പോയി എനർജി. ഇപ്പൊ അത് റീഗെയിൻ ചെയ്ത് 99 ഇങ്ങനെ നിൽക്കുക. ഇടത് സൈഡ് വലത് സൈഡ് എന്ന് പറഞ്ഞ പോലെയാ? അതിലത്തെ ലെഫ്റ്റ് സൈഡാണ് ഇറങ്ങിപ്പോയത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് 0 ആയി, റേറ്റ് 100 ആയി. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല സർ. അതായത് ഇട പിങ്കള ബാലൻസ് ചെയ്യലാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഒരാളിൽ 60-40 അല്ലെങ്കിൽ 40-60 ഇങ്ങനെയൊക്കെ ഏറ്റവും എല്ലാവരിലും. ഇതിനെ 50-50 ആക്കലാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം. 50-50 ആയ എൻലൈറ്റ്മെന്റ് ആയി. അപ്പോൾ ഞാൻ ആ പ്രാണായാമം, എനിക്ക് പ്രാണായാമമാണെന്ന് അറിയില്ലല്ലോ, ഇതൊന്നും അറിയാതെ ഇതിൽ ഒരുപാട് സൂക്ഷ്മ അംശങ്ങളുണ്ട്. ഈ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുന്നതിൽ തന്നെ നമ്മളുടെ കൈയിൻ്റെ പൊസിഷൻ, കാലിൻ്റെ പൊസിഷൻ, കഴുത്തിൻ്റെ, ദൃഷ്ടിയുടെ, അങ്ങനെ എല്ലാം കൂടി ഒരു പ്രത്യേക അലൈൻമെന്റിൽ വന്നാലേ ഇത് സംഭവിക്കും. ആയിക്കോട്ടെ സാർ, ഞാൻ സാർ അടുത്ത് വരാം. അതാണ് എനിക്ക് സാറിന്റെ അടുത്ത് നേരിട്ട് അറിയുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ അതിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. ഒരിക്കലും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. എത്രയോ തവണ. എന്താ ചെയ്യുന്നത് സാറ്? പേരൊന്നും കൂടി പറയൂ. കാരണം പേരുകൾക്ക് പലർക്കും ഒരു ഉണ്ടാവാറുണ്ട്. എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ടീച്ചർ.
ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു ത്രില്ലുള്ളിലുണ്ട്, ഭ്രാന്ത് പോലെ ഒരു സാധനം. ഇത് ഈ ഭ്രാന്ത് തന്നെയാണ് നമ്മളെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മളൊരു തെറിച്ച സാധനമാണ്. ഉം. അങ്ങനെ ഒരു അതങ്ങനെ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ക്രൗഡിൽ ഒരിക്കലും നമ്മൾ ചേരില്ല. ഉം. അത് നമുക്ക് ആൾക്കൂട്ടത്തിൽ ഒരാളാവാൻ കഴിയില്ല. ദേഷ്യം വല്ലാതെ വരുന്നൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറഞ്ഞു ദേഷ്യം വരുന്നതിന്റെ കാരണം എന്താ അറിയോ? ഉം. ഇതല്ല സ്വരൂപം എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, പക്ഷേ എത്തിപ്പെടേണ്ടടത്ത് എത്തണമില്ല. ആ സംഘർഷം കൊണ്ടാണ് നമുക്ക് എല്ലാത്തിനോടും ദേഷ്യവും പിന്നെ ഇറിറ്റേഷനും ഒക്കെ വരുന്നത്. അത് കുറയോ? അത് പ്രാണായാമം ചെയ്താൽ കുറയും. അതായത് നമ്മൾ നമ്മളുടെ കേന്ദ്രത്തോട് അടുക്കും തോറും അത് കുറഞ്ഞു വരും. പ്രാണായാമം ഇപ്പോൾ കിട്ടുന്നത് പോലെ ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം. പക്ഷെ സാർ ഈ പൊസിഷൻ പറഞ്ഞതൊക്കെ സാറടുത്ത് വന്ന് കണ്ടാലേ അറിയുള്ളൂ. ആ അത് വീഡിയോ ഒന്നും ഇല്ലല്ലോ? വീഡിയോ ഉണ്ട്. എൻ്റെ പഴയ വീഡിയോസ് എല്ലാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് അല്ല. ഞാൻ ഇവരടുത്ത് വരാം, അതാ നല്ലത്, കാണണമെന്നുണ്ട്. ഓക്കെ. അപ്പോൾ സന്തോഷം സാർ. ഓക്കെ ഓക്കെ സാറേ, ഞാൻ ഹായ് അയക്കാം. സാർക്ക് ആ വീഡിയോ ഒന്ന് അയച്ചോളൂ. ശരി. എന്തോ മുൻജന്മമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ പുസ്തകവും സാറും എൻ്റെ അടുത്ത് എത്തൂല. ആയിക്കോട്ടെ. എനിക്ക് ഈ അവധൂതന്മാരെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഇപ്പം അടുത്തറിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വേറൊരു ലോകമാണ്. അതെ, എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പൊ ഞാൻ അവധൂതനൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു അന്വേഷകൻ മാത്രമാണ്. ഇല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് അമ്മയെ കുറിച്ച് ചോദിച്ചതേ. അറിയാം. എനിക്ക് പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. ഞാൻ ഒരു സത്യത്തെ അറിഞ്ഞു, അത് കൈവിടുകയും ചെയ്തു. പിന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. പിന്നെ പക്ഷേ ഞാനത് അതിൽ ആഴ്ന്നിറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഒരു കോറിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതായിരുന്നു എന്നുള്ളത്. പിന്നെ ഈ 50-50 വരുന്നതാ? ഏത് 50-50 ആവുന്നത്, അതായത് രണ്ട് ഭാഗം ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത്, അതാണ് ഇതിൻ്റെ തത്വം എന്ന് മനസ്സിലാക്കുന്നതും അതിനു വേണ്ടി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുടെ സീക്രട്ട്, അതിലേക്ക് എത്താനുള്ള അതാണ്. പിന്നെ നമ്മൾ അത് കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ ഈ പുസ്തകം തിരിച്ചെഴുതിയത്. അതാണ് എൻ്റെ ഈ പുസ്തകം എഴുതാൻ കാരണം. ഞാൻ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ, പക്ഷേ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഈ ആത്മധൈര്യത്തോട് കൂടിയിട്ട് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിലൊരു വിള്ളൽ. പുസ്തകത്തിൽ പറയുന്ന പോലെ അല്ല സാറ് സംസാരിക്കുമ്പോൾ. എന്നുവെച്ചാൽ ഉദ്ദേശം മനസ്സിലായില്ല. പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ തീവ്രതയുണ്ട്. അല്ല, ആ തീവ്രതയാണ് ഞാൻ അതിലും എഴുതിയത്. പക്ഷെ അത് നമുക്ക് എഴുതാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയാലും അത് ശരിയായിരുന്നു, അതിന് ഇന്നതാ കാരണം എന്നുള്ള ആ ക്ലാരിറ്റി നമുക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ അപ്പോൾ നമുക്ക് അതിന് അധികാരിയാണ്. അത് ലോകത്തെ അറിയിക്കാൻ അധികാരി. അനുഭവസ്ഥനാണ് അധികാരി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മറ്റേ അധികാരമല്ല. ആ സമയമാകുമ്പോ പിന്നെ ആരോഗ്യത്തിന്റെ അവസ്ഥയൊക്കെ എന്താ? ആരോഗ്യം എന്ന് പറഞ്ഞാലേ അത് ആ സമയത്ത് ഈ ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു റിസർവോയർ, അനന്തമായ ഒരു ഊർജ കേന്ദ്രമായിട്ട് നമ്മൾ അങ്ങോട്ട് കണക്റ്റഡ് ആവും. പിന്നെ ഒരിക്കലും നമ്മൾ എക്സോസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു മല മുഴുവൻ ഇടിച്ച് തകർത്ത് പൊടിയാക്കി കൊടുത്താലും വൈകുന്നേരത്തും നിങ്ങൾക്ക് വീണ്ടും അതേ ഫ്രഷ്നെസ്സും അത്ര എനർജി അപ്പോഴും ഉണ്ടാവും. ഒരിക്കലും പിന്നെ അത് ഒരു എന്താ അതിനെ പറയുക, അക്ഷയമായ ഒരു ഊർജ സ്രോതസ് ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. ഈ ആഹാരത്തിൻ്റെ ഊർജ്ജമൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്, നമുക്ക് അപ്പോഴാണ് മനസ്സിലാവും. ഇതല്ല ഊർജം. മനസ്സിലായി. ഇത് എന്തോ വേറെ എന്താ സാറോട് പറയണ്ടെന്ന് അറിയുന്നില്ല. ഇതല്ല ഇത് കേൾക്കുമ്പോഴേ ഞാൻ ഇപ്പോഴാണ് ആ രഹസ്യം മനസ്സിലായത്. ഇപ്പൊ അമൃതാനന്ദമയൊക്കെ രാവിലെ അങ്ങോട്ട് ദർശനത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കെട്ടിപ്പിടിക്കലും ഇതായിട്ട്
പണ്ട്, ഇപ്പോഴല്ല, മുമ്പ്. അവര് പാതിരാത്രി ആയാലും പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് 8 മണി 10 മണി വരെ കഴിഞ്ഞാലേ ആള് കഴിയും. എപ്പോഴാണോ അല്ല അവസാനത്തെ ആളുടെയും ദർശനം കൊടുത്തു കഴിയുന്നത് അതുവരെ അവരിയ്ക്കും. ഒരു ക്ഷീണവും അവർക്കില്ല. മറ്റേ ഒപ്പമുള്ളവരൊക്കെ ബാച്ച് മാറി മാറി മാറിയേ വന്നിരിക്കും. അങ്ങനെ. അപ്പം ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ കഴിയണം. പക്ഷെ ഈ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒന്നുമല്ല. അത് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ സമയം, അങ്ങനെ കാലം, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളൊരു തരം വേറൊരു അവസ്ഥയിലാണ്. അത് ഈ എനർജി ഇങ്ങനെയാണ്. നമുക്ക് എനർജി പിന്നെ ഇവിടുന്ന് അങ്ങനെ വരികയാണ്. അത് അതിൻ്റെ ആവശ്യമില്ല. വരുന്നു പോകുന്നുമില്ല. നമ്മൾ ആ എനർജിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്താണ്? ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഇത്രയും എനിക്ക് പറഞ്ഞു തന്നതിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ സാറെ കാണാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഷുവർ. ഓക്കെ, താങ്ക് യു.